ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ടിപ്സുമായിട്ടാണ് വന്നത്. നിങ്ങളുടെ അടുക്കളയിലൊക്കെ ഒരുപാട് കൂറുശല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി 1 സ്പൂണ് പഞ്ചസാര, പിന്നെ എടുത്തതെന്ന് വെച്ചാൽ 1 സ്പൂണ് ബേക്കിംഗ് സോഡയാണ്. ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇത് കഴിച്ച കൂറ പെട്ടെന്ന് ചാവാൻ സാധ്യതയുണ്ട്. ഈ ടിപ്സ് ഞാൻ ഒരു രാത്രിയിൽ ചെയ്തപ്പോൾ പിറ്റേന്ന് 2-3 കൂറ ചത്തിട്ട് കണ്ടിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ടിപ്സ് ചെയ്യുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ചെറിയ കുഞ്ഞുങ്ങളുള്ളവരൊന്നും ഇതുപോലത്തെ ടിപ്സൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ചാൽ അവർ ഇങ്ങനെയുള്ള മധുരങ്ങളൊക്കെ കാണുമ്പോൾ അവർ കഴിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ ഇതുപോലത്തെ ടിപ്സും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കലാണ് നല്ലത്. അല്ലെങ്കിൽ അവരൊക്കെ ഉറങ്ങിയതിന് ശേഷം രാത്രി ഇതുപോലത്തെ ടിപ്സൊക്കെ ചെയ്ത് അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊക്കെ ക്ലീനിങ് ചെയ്യണം. കാരണം അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ അടിവശം അവിടേക്കല്ലേ നമ്മൾ കൂറ ശല്യം ഉള്ളത്, അങ്ങനെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ വരുന്ന സൈഡ് വശം ഒക്കെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കുറേ ഒന്നും ഇട്ട് കൊടുക്കണ്ട. പിന്നെ ഞാൻ ഡോറിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടിപ്സും കൂടി ചെയ്തിട്ടുണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനു വേണ്ടി ഡോറിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു ബിസ്ക്കറ്റാണ്. അത് നല്ലോണം പൊടിച്ച് ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഡോറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും രാത്രി ചെയ്യലാണ് ഏറ്റവും നല്ലത്. പകൽ കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം. രാത്രിയാകുമ്പോൾ ഡോറിൻ്റെ അകത്തൊക്കെ നമുക്ക് വെക്കാമല്ലോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. ഇതുപോലത്തെ ടിപ്സും കുക്കിങ്ങും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല ടിപ്സും നല്ല കുക്കിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.